നമസ്കാരം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് 2 കൗണ്ടറുകളുണ്ട്, ഒരു പ്രിന്റർ ഉപയോഗിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. 2, 3, 4 കൗണ്ടർ ഉണ്ടെങ്കിലും ഒരു പ്രിന്റർ ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഒരു ചെറിയ നെറ്റ്വർക്ക് സിസ്റ്റം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കൂടി നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഈ 2 സോഫ്റ്റ്വെയറിൽ നിന്നും ഒന്ന് പ്രിന്റ് അടിച്ച് നോക്കാം. ഈ പ്രിന്ററിൽ തന്നെ പ്രിന്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഇവിടെ ഒന്ന് പ്രിന്റ് എടുക്കുകയാണ്. 2-3 പ്രോഡക്റ്റ് ഇവിടെ ആഡ് ചെയ്തു, സേവ് ആൻഡ് പ്രിന്റ് കൊടുത്തു, യെസ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ KOT പ്രിൻ്റായി, ബില്ലും പ്രിൻ്റായി, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ഷാർപ്പായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഷാർപ്പായിട്ട് തന്നെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത് റെയിൻടെക്കിൻ്റെ തെർമൽ പ്രിൻ്ററാണ്, റെയിൻടെക് POS തെർമൽ പ്രിൻ്ററാണ്. അപ്പോൾ വളരെ ഷാർപ്പായിട്ട് ഇത് പ്രിൻ്റായി. നമുക്ക് ഇനി ഇപ്പുറത്തെ ഒരു ഡിവൈസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ബില്ലടിച്ച് നോക്കാം. നമുക്ക് 1-2 ഐറ്റംസ് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഞാൻ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു, യെസ് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ KOT പ്രിൻ്റായി, കേട്ടോ, ബില്ലും പ്രിൻ്റായി. വളരെ ഈസി ആയിട്ടത്, വളരെ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഷാർപ്പായിട്ട് നമുക്ക് പ്രിൻ്റ് ആവും. ഇത് റെയിൻടെക് POS റെയിൻടെക് തെർമൽ പ്രിൻ്ററാണ്. ഇതിൻ്റെ തെർമൽ ഹെഡ് വന്നിട്ട് ജാപ്പനീസ് ആണ്, അതുകൊണ്ടാണ് അത്രയും ഷാർപ്നെസ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രിൻ്റർ വയ്ക്കുമ്പോൾ നമ്മൾ USB കേബിൾ വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും LAN പോർട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. USB പോർട്ട് ഇവിടെ കാലിയായിട്ട് കിടക്കുകയാണ്, കേട്ടോ. LAN പോർട്ടാണ് ഇവിടെ കണക്ട് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ LAN പോർട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്വിച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് റൗട്ടർ സ്വിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വിച്ചുകളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LAN പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ ഒരു കേബിൾ വന്നിട്ട്, ഇതിൻ്റെ പവർ സപ്ലൈ ആണിത്. ഒരു കേബിൾ വന്നിട്ട് ഈ കമ്പ്യൂട്ടറിൽ, ഒരു കേബിൾ വന്നിട്ട് ഈ കമ്പ്യൂട്ടറിൽ, ഒരു കേബിൾ വന്നിട്ട് പ്രിൻ്ററിൽ, ഒരെണ്ണം ഡയറക്റ്റ്ലി പുറത്തുനിന്ന് വരുന്ന ഇൻ്റർനെറ്റ് സപ്ലൈ. അപ്പോൾ ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 2, 3, 4 കൗണ്ടർ, എത്ര കൗണ്ടറിൽ വേണമെങ്കിലും ഒറ്റ പ്രിൻ്ററിൽ തന്നെ പ്രിൻ്റ് ചെയ്യാവുന്ന സംവിധാനമുണ്ട്. ഇനി റെയിൻടെക്കിൻ്റെ ഇത് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാർമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ എല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. കാരണം റെയിൻടെക്കിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറുകളും നിർമ്മിച്ചിരിക്കുന്നത് SQL ഡേറ്റാബേസിലാണ്. VB.NET പ്രൊജക്റ്റാണ്, ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള ടെക്നോളജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നു, ബാർകോഡ് പ്രിൻ്ററുകൾ ഇതുപോലെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും സാധിക്കും. പക്ഷേ അതിന് ചെറിയ ഒരു സംഗതികളുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാർകോഡ് പ്രിൻ്ററുകളാണ് ഇതെല്ലാം. TSC 244. ഇതിലൊന്നും സാധാരണഗതിയിൽ LAN പോർട്ടുകൾ വരാറില്ല. LAN പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഇത് നമുക്കൊരു EasyPOSൻ്റെ പ്രിൻ്ററാണ്. ഇതിനും സത്യം പറഞ്ഞാൽ LAN പോർട്ട് ഇവിടെ ഇല്ല. ഇത് USB പോർട്ട് മാത്രമേ ഉള്ളൂ. ഇത് പവർ സപ്ലൈ കൊടുക്കാനുള്ള അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പം LAN പോർട്ട്, ഇപ്പോൾ ഈവൻ തെർമൽ പ്രിൻ്ററുകൾ തന്നെ LAN പോർട്ടുകൾ ഇല്ലാത്ത പ്രിൻ്ററുണ്ട്. ഇത് എക്സ് പ്രിൻ്ററിൻ്റെ പ്രിൻ്ററാണ്. ഇതിനകത്തും ഇത് നമുക്ക് ക്യാഷ് ഡ്രോയറിൻ്റെ പോർട്ടാണ്. LAN പോർട്ട് ഇതിനില്ല, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പ്രിൻ്ററുണ്ട്, ഇവിടെ ഒരു പ്രിൻ്റർ ഇരിപ്പുണ്ട്, ഇതിനും LAN പോർട്ട് ഇല്ല. അപ്പോൾ LAN പോർട്ട് ഉള്ള പ്രിൻ്ററിന് ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് ഒരു ചോദ്യം വരാം. തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ LAN പോർട്ട് സാധാരണ പ്രിൻ്ററിൻ്റെ പ്രൈസിനേക്കാളും 100, 200 അല്ലെങ്കിൽ 300 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ LAN പോർട്ടുള്ള പ്രിൻ്ററുകൾക്ക്. ഇപ്പോൾ ഈ ഒരു പ്രിൻ്ററും ഈ ഒരു പ്രിൻ്ററും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ ഒന്ന് അടുത്തറിയാം. ഈ ഒരു പ്രിൻ്റർ ഒന്ന് തിരിച്ചു നോക്കി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് LAN പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് LAN പോർട്ട്. ഇത് USB പോർട്ട്, ഇത് ക്യാഷ് ഡോർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രിൻ്ററിനകത്ത് വന്നപ്പോൾ ഇത് പവർ സപ്ലൈ ഓപ്ഷനാണിത്. ഇവിടെ നമുക്ക് ക്യാഷ് ഡോർ, USB, ഇവിടെ LAN ഇല്ല. അപ്പോൾ LAN പോർട്ടുള്ള പ്രിൻ്ററുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ നമുക്ക് ഒരുപാട് പ്രിൻ്ററുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. 2, നമുക്ക് ഈ സപ്പോസ് ഇൻ കേസ് ഒരു പ്രിൻ്റർ കേടായിപ്പോയി, അപ്പോൾ നമുക്ക് ആ കൗണ്ടർ അടച്ചിടേണ്ട ആവശ്യമില്ല, ഷട്ട് ഡൗൺ ചെയ്തിടേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 സിസ്റ്റത്തിലും ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈവൻ 3 കൗണ്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് ജസ്റ്റ് ബില്ല് വന്ന് എടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തും ആൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെയിൽസ്മാൻ നിൽക്കുന്നു, ഇവിടെ ഒരു സെയിൽസ്മാൻ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ സെൻറ്ററിൽ പ്രിൻ്റർ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. റെയിൻടെക്കിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതുപോലെ തന്നെ നമുക്ക് സിംഗിൾ പ്രിൻ്ററിൽ കണക്ട് ചെയ്യാം. ഇത് റെയിൻടെക്കിൻ്റെ ഓഫീസാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഓഫീസുള്ളത് കോട്ടയം ജില്ലയിലെ തലയിലപ്പുറമ്പിനടുത്ത് വടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈക്കം എന്നൊക്കെ എല്ലാവരും പറയും. വൈക്കത്തിൽ നിന്ന് ഇവിടുന്ന് 7 കിലോമീറ്ററാണ് വൈക്കത്തിലേക്കുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട്, റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട്
എന്ത് ഹെൽപ്പിനും സപ്പോർട്ടിനും തീർച്ചയായിട്ടും വിളിക്കാം. 8078311945 അല്ലെങ്കിൽ 8606093110. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.